ഇന്ന് മെയ് 2, നാളെ മെയ് 3, ലോക പത്രസ്വാതന്ത്ര്യ ദിനം. ഈ അവസരത്തിൽ പത്രസ്വാതന്ത്ര്യത്തിന്റെ വെല്ലുവിളികളെ കുറിച്ചുള്ള ഒരു ചിന്തയാണ് ഇത്. മാധ്യമ സ്വാതന്ത്ര്യത്തിന് അനുകൂലമായ സാമ്പത്തിക അന്തരീക്ഷം നിർണായകമാണ്. പക്ഷെ ലോകത്ത് മുഴുവനും ഇന്ന് അത് പതിയെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പത്രം, ടെലിവിഷൻ, റേഡിയോ പോലെയുള്ള കൺവെൻഷണൽ മാധ്യമങ്ങൾ ഗുരുതരമായ സാമ്പത്തിക സമ്മർദ്ദത്തിലും വെല്ലുവിളികളിലും അകപ്പെട്ടിരിക്കുന്നു എന്നാണ് പുതിയ പഠന റിപ്പോർട്ട്. എന്ന് മാത്രമല്ല, ലോകത്ത് മുഴുവനും അവയുടെ ആയുസ് ഇനി 10 വർഷം കൊണ്ട് അവസാനിക്കുമെന്നും അതുകൊണ്ട് തന്നെ അവയിൽ വൻ നിക്ഷേപം നടത്തരുതെന്നുമാണ് ഓർഗനൈസേഷൻ ഓഫ് അമേരിക്കൻ സ്റ്റേറ്റ്സ് സ്പെഷ്യൽ റിപ്പോർട്ടറിന്റെ നിർദ്ദേശം. സോഷ്യൽ മീഡിയയ്ക്ക് മാത്രമാണ് അവർ ഭാവി കാണുന്നതും. കടലാസ് പത്രങ്ങളുടെ കാലം കഴിഞ്ഞെന്നും റേഡിയോ കാലഹരണപ്പെട്ടെന്നും TV ചാനലുകൾ പതിയെ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുമെന്നുമാണ് വിലയിരുത്തൽ. അതവിടെ നിൽക്കട്ടെ. ഈ അവസരത്തിൽ ഇന്ത്യയിൽ പത്രസ്വാതന്ത്ര്യത്തിന് ഇത് എന്ത് പറ്റി എന്നൊരു അന്വേഷണം തികച്ചും പ്രസക്തമാണ് എന്ന് കരുതുന്നു. ലോകത്ത് മുഴുവനും പത്രസ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധമായ സംഘടനയാണ് RSF എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന റിപ്പോർട്ടേഴ്സ് വിതൗട്ട് ബോർഡേഴ്സ്. ഇതിന്റെ അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ സൂചികയിൽ ലോകത്ത് പത്രസ്വാതന്ത്ര്യം ഏറ്റവും കുറഞ്ഞ 25 രാജ്യങ്ങളുടെ വിഭാഗത്തിലാണ് ജനാധിപത്യ ഇന്ത്യ എന്ന നാണിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ 20 വർഷങ്ങൾക്ക് മുമ്പ് വരെ ലോകത്ത് പത്രസ്വാതന്ത്ര്യം ഏറ്റവും കൂടുതൽ അനുവദിക്കുന്ന 25 രാജ്യങ്ങളിൽ ഇടം പിടിച്ച ഇന്ത്യയാണ് ഇപ്പോൾ അതിന്റെ താഴ്ചയിലേക്ക് കൂപ്പുകുത്തിയതെന്ന് നാം മനസ്സിലാക്കണം. RSFന്റെ ലോക പത്രസ്വാതന്ത്ര്യ സൂചികയിൽ 180 രാജ്യങ്ങളുടെ പട്ടികയാണ് തയ്യാറാക്കിയത്. ഇതിൽ മുൻവർഷങ്ങളിൽ 1-ാം സ്ഥാനത്തുണ്ടായിരുന്ന നോർവ തന്നെയാണ് ഇപ്പോഴും 1-ാം സ്ഥാനത്തുള്ളത്. എന്നാൽ 2-ാം സ്ഥാനത്തുണ്ടായിരുന്ന അയർലൻഡ് ഇത്തവണ 4-ാം സ്ഥാനത്തായപ്പോൾ സ്വീഡൻ 2-ാം സ്ഥാനവും ഡെൻമാർക്ക് 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. വിയറ്റ്നാം, ചൈന, ഉത്തര കൊറിയ, അഫ്ഗാനിസ്ഥാൻ എന്നിവയാണ് പത്രസ്വാതന്ത്ര്യം ഏറ്റവും കുറഞ്ഞ രാജ്യങ്ങൾ. ഇന്ത്യയും പത്രസ്വാതന്ത്ര്യം ഏറ്റവും കുറഞ്ഞ രാജ്യങ്ങളുടെ വിഭാഗത്തിലാണുള്ളത്. 180 രാജ്യങ്ങളുടെ ആ പട്ടികയിൽ ഇന്ത്യ 159-ാം സ്ഥാനത്താണ് എന്നത് നമ്മളെ നാണിപ്പിക്കുന്നതിലേറെ ഞെട്ടിപ്പിക്കുന്ന വസ്തുതയാണ്. ഇനിയും ഇതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ വിയറ്റ്നാമിനെയും ചൈനയെയും ഉത്തര കൊറിയയെയും അഫ്ഗാനിസ്ഥാനെയും പോലെ പ്രതികരിക്കാൻ അവകാശമില്ലാത്തൊരു ജനതയായി നമ്മൾ തരം താഴുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ്. സജീവൻ അന്തിക്കാട് സംവിധാനം ചെയ്ത് ജോയ് മാത്യു നായകവേഷത്തിലെത്തുന്ന ലാ ടൊമാറ്റിനോ എന്ന ചിത്രത്തിൽ നമ്മുടെ നാടിന്റെ ആനുകാലികമായി ഈ ദുരവസ്ഥ വ്യക്തമാക്കുന്നുണ്ട്. എന്തുകൊണ്ടോ അത് ചർച്ച ചെയ്യപ്പെട്ടില്ല എന്ന് മാത്രം. പത്രസ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാനും ശ്രീലങ്കയുമെല്ലാം മുമ്പ് ഇന്ത്യയുടെ എത്രയോ പുറകിലായിരുന്നെങ്കിൽ അവരെല്ലാം ഇപ്പോൾ ഇന്ത്യയെ പുറകിലാക്കി മുന്നോട്ട് കുതിക്കുകയാണ്. മാധ്യമങ്ങളെ കൂച്ചുവിലങ്ങിടുന്നതും മാധ്യമക്കാരെ ആക്രമിക്കുന്നതും മാത്രമല്ല, സർക്കാർ പിഴകൾ, പത്രക്കാർക്കെതിരെയുള്ള സർക്കാർ കേസുകൾ, വിവാദപരമോ വിമർശനാത്മകമോ ആയ കവറേജ് ഒഴിവാക്കാനുള്ള സമ്മർദ്ദങ്ങൾ, ED വിട്ടുള്ള വിരട്ടലുകൾ എല്ലാം പരിഗണിക്കുമ്പോഴാണ് ഇന്ത്യ പുറകോട്ട് പോകുന്നത്. പത്രസ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ 159-ാം സ്ഥാനത്താണെങ്കിൽ പാകിസ്ഥാൻ 152-ാം സ്ഥാനത്തും ശ്രീലങ്ക 150-ാം സ്ഥാനത്തും ആണ് എന്നോർക്കണം. ഈ 2 രാജ്യങ്ങളും ഇപ്പോൾ പത്രസ്വാതന്ത്ര്യം കുറഞ്ഞ 25 രാജ്യങ്ങളുടെ നാണംകെട്ട വിഭാഗത്തിൽ നിന്നും കരകയറിയിരിക്കുന്നു. പണ്ട് അവിടുത്തെ അഭിപ്രായ സ്വാതന്ത്ര്യമില്ലായ്മയെക്കുറിച്ച് വിലപിച്ചിരുന്നവരാണ് നമ്മൾ. ഇന്ന് അവർ നമ്മുടെ അസ്വാതന്ത്ര്യത്തിൽ വിലപിക്കുന്നവരായി മാറിയിരിക്കുന്നു. എന്തൊരു വിരോധാഭാസമാണ് ഇത് എന്ന് ഒന്ന് ഓർത്തു നോക്കൂ. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി അധികാരമേറ്റതിന് ശേഷം ഇന്ത്യയിൽ കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകരിൽ പകുതിയും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകി രാഷ്ട്രീയക്കാർക്കും അവർക്കു വേണ്ടി പ്രവർത്തിക്കുന്ന മാഫിയകൾക്കും കണ്ണിലെ കരടായി മാറിയവരായിരുന്നുവെന്നും RSFന്റെ റിപ്പോർട്ടിലുണ്ട്. എത്രയോ മാധ്യമപ്രവർത്തകരെ കാണാതായിട്ടുണ്ട്. അവരെക്കുറിച്ച് ഒരു വിവരവുമില്ല. അനധികൃത ഖനനത്തിനും അനധികൃത ഭൂമി പിടിച്ചെടുക്കലിനും നിയമവിരുദ്ധമായ മണൽ വാരലിനും എതിരെയാണ് അവർ ശബ്ദമുയർത്തിയത്. ബാക്കിയുള്ളവർ അധികവും
തെരഞ്ഞെടുപ്പിലെ തിരിമറികൾ റിപ്പോർട്ട് ചെയ്തവരായിരുന്നു. ഇവർ കൊല്ലപ്പെട്ടു എന്ന് മാത്രമല്ല, ഇതിലെ പ്രതികളെ പിടികൂടുന്നതിൽ അതിശയകരമായ അനാസ്ഥയാണ് സർക്കാർ കാണിക്കുന്നതെന്നും ആരോപണമുണ്ട്. അതിലൊന്നും തന്നെ കുറ്റവാളികൾ പിടിക്കപ്പെടുന്നില്ലെന്നും റിപ്പോർട്ടേഴ്സ് വിതൗട്ട് ബോർഡേഴ്സ് വ്യക്തമാക്കുന്നു. ഇവിടെയെല്ലാം പ്രതികൾ രാഷ്ട്രീയക്കാരുമായി അടുത്ത ബന്ധമുള്ളവരും പലപ്പോഴും അവരാൽ സംരക്ഷിക്കപ്പെടുന്നവരും ആണ് എന്നതാണ് യാഥാർത്ഥ്യം. മാധ്യമപ്രവർത്തകരെ നിശബ്ദരാക്കാനാണ് കേന്ദ്ര സർക്കാർ തിടുക്കം കാണിക്കുന്നത്. ഇത് ഭീതിജനകമാണ്. കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകരുടെയും കൊലപാതക ശ്രമങ്ങൾക്ക് ഇരയായവരുടെയും കേസുകളിൽ സമഗ്രവും സ്വതന്ത്രവുമായ അന്വേഷണം അടിയന്തരമായി നടത്തണമെന്നാണ് റിപ്പോർട്ടേഴ്സ് വിതൗട്ട് ബോർഡേഴ്സ് ആവശ്യപ്പെടുന്നത്. കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകരുടെയും കൊലപാതക ശ്രമങ്ങൾക്ക് ഇരയായവരുടെയും കേസുകളിൽ സമഗ്രവും സ്വതന്ത്രവുമായ അന്വേഷണം അടിയന്തരമായി നടത്തണമെന്നാണ് റിപ്പോർട്ടേഴ്സ് വിതൗട്ട് ബോർഡേഴ്സ് ആവശ്യപ്പെടുന്നത്. പക്ഷേ അങ്ങനെ ഒരു സമീപനം സർക്കാർ സ്വീകരിക്കില്ലെന്ന കാര്യം ഉറപ്പാണ്. കാരണം പലരും കരുതുന്ന പോലെ വർഗീയതയല്ല സർക്കാരുകളെ മുന്നോട്ട് നയിക്കുന്നത്. അതിനും അപ്പുറമുള്ള വ്യാപാര ലക്ഷ്യങ്ങളാണ്. അത് നേടിയെടുക്കാനാണ് അവർ വർഗീയതയെ കൂട്ടുപിടിക്കുന്നത്. അതാണ് ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്ത് ഏറ്റവും കൂടുതൽ ധ്രുവീകരണത്തിന് വഴിയൊരുക്കുന്നതെന്ന് കോർപ്പറേറ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് പ്രയോഗിച്ച് അധികാരം അരക്കിട്ടുറപ്പിക്കുക എന്നതാണ് കോർപ്പറേറ്റ് തന്ത്രം. അവർക്കാവശ്യം പണമാണ്. ആ പണം നേടിയെടുക്കാൻ അവർ തരം പോലെ ആരെയും എന്തിനേയും കൂട്ടുപിടിക്കും. രാജ്യത്തെ വിഘടിപ്പിക്കുകയും വിഭാഗീകരിക്കുകയും ചെയ്യും. അതിനവർക്ക് മാധ്യമങ്ങളുടെ കൂടി പിന്തുണ അനിവാര്യമാണ്. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ മാധ്യമങ്ങളെ ഏതാണ്ട് പൂർണ്ണമായും കോർപ്പറേറ്റ് വൽക്കരിക്കുന്നതിലും അവർ വിജയിച്ചു കഴിഞ്ഞു. അതായത് കോർപ്പറേറ്റുകളെ താങ്ങുന്ന ഒരു സർക്കാരിനെ മാത്രമേ അവർ പിന്തുണയ്ക്കുകയുള്ളൂ എന്നർത്ഥം. അവിടെ സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ ഇല്ല. എല്ലാം സൃഷ്ടിക്കപ്പെടുന്ന വാർത്തകളുടെ അവതരണങ്ങൾ മാത്രമാണുള്ളത്. ഇപ്പോഴിതാ BBC-യും ഇന്ത്യയിൽ നിരീക്ഷണ വിധേയമാക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ പത്രസ്വാതന്ത്ര്യം എന്നത് ഇന്ത്യയിൽ ഇനിയും പുറകോട്ട് പോവുക തന്നെ ചെയ്യും. ഇപ്പോൾ ഇന്ത്യ മാധ്യമ സ്വാതന്ത്ര്യം ഏറ്റവും കുറഞ്ഞ രാജ്യങ്ങളിൽ 22ാം സ്ഥാനത്താണെങ്കിൽ ഈ നില തുടർന്നാൽ വരുന്ന 10 വർഷങ്ങൾക്കുള്ളിൽ വിയറ്റ്നാം, ചൈന, ഉത്തര കൊറിയ, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളെയെല്ലാം പുറകിലാക്കി ഇന്ത്യ 1ാം സ്ഥാനത്തേക്ക് കുതിക്കുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ്. അത്തരമൊരു സാഹചര്യം വരുന്നതിന് മുമ്പ് എല്ലാ ജനാധിപത്യ വിശ്വാസികളും, എല്ലാ രാജ്യസ്നേഹികളും, എല്ലാ വൈജാത്യങ്ങളും, എല്ലാ വിഭാഗീയതകളും മറന്ന്, വർഗീയതയെ മറന്ന് മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒന്നിച്ച് ശബ്ദമുയർത്തുക തന്നെ വേണം. അതിൻ്റെ ഏറ്റവും അനിവാര്യമായ ഒരു ദശാസന്ധിയിലാണ് നമ്മളിപ്പോഴുള്ളത്. ഇപ്പോഴില്ലെങ്കിൽ പിന്നെ ഇല്ല എന്നും ഈ അവസരത്തിൽ ഓർത്തിരിക്കുക തന്നെ വേണം. പക്ഷേ കൊന്നും കൊലവിളിച്ചും എക്കാലവും മാധ്യമ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിടാമെന്ന് വ്യാമോഹിക്കുന്നവരോട് ലാ ടൊമാറ്റിനോയിലെ ജോയ് മാത്യുവിന്റെ കഥാപാത്രം ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ അവസരത്തിൽ അത് തീർത്തും പ്രസക്തമാണ്. ചരിത്രം പഠിച്ചിട്ടില്ല അല്ലേ? കൊന്നവരൊക്കെ ഏറ്റവും അവസാനം തോറ്റിട്ടേ